ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നല്ല അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മുടെ അനാമികയ്ക്ക് ഒരു കാമുകനൊക്കെ ഉണ്ട് കേട്ടോ. അനാമിക ആരും അറിയാതെ അവൻ്റെ കൂടെ പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ദേവയാനി അറിയുകയും അനിയോട് പറയുന്നുണ്ട് കേട്ടോ. നന്ദുവിനെ നീ വിവാഹം കഴിക്കണം എന്ന് അനാമികയുടെ മുമ്പിൽ വെച്ച് തന്നെ ആ വിശേഷങ്ങളിലേക്കുമാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അനാമികയുടെ കാമുകൻ അനാമികയെ അന്വേഷിച്ച് അനന്തപുരിയിൽ എത്തുന്നുണ്ട്. പക്ഷേ അവിടെ വെച്ച് അനാമിക തടി തപ്പുവാണ്. അനാമിക പറയുന്നുണ്ട്, ഇവനെ എനിക്കറിയില്ല, ഇവനെ എന്നെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നതാണ് എന്ന്. അപ്പം അയാളും പറയുന്നുണ്ട്, എടി നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ, എൻ്റെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ട് നീ എന്നെ തേക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അവിടെ വെച്ച് അനാമിക പറയുന്നുണ്ട്, ഇയാളൊരു ഫ്രോഡാണ്, എന്നെ പറ്റിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഞാനിവിടെ നന്നായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് നന്ദുവും അവളുടെ ചേച്ചിമാരും കൂടി വിട്ടിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് സെക്യൂരിറ്റിയെ കൊണ്ട് അയാളെ പുറത്താക്കിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അയാൾ പോയി കഴിയുമ്പം ആലോചിക്കുകയാണ് അനാമിക, ഇവനെ എന്തായാലും കൂടെ നിർത്തണം, ഇവനെ കൂടെ നിർത്തിയാൽ മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുള്ളൂ. അനിയുടെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കണം, എന്നിട്ട് ഇവൻ്റെ ഒപ്പം തന്നെ പോകണം, അല്ലാതെ അനിയുമായിട്ടൊരു ജീവിതമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവന് നന്ദുവിനോട് തന്നെയാണ് സ്നേഹമുള്ളത്. അതുകൊണ്ട് ഈ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു കൂട്ട് വേണം, അതിന് ഇവനിരിക്കട്ടെ, ഈ സുഭാഷിനെ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അനാമിക ആ സുഭാഷിനെ വിളിക്കുകയാണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, എനിക്കിപ്പോഴും നിന്നോട് തന്നെയാണ് ഇഷ്ടം, എൻ്റെ മനസ്സിൽ മുഴുവൻ നീയാണുള്ളത്. ഞാനിവിടെ അനിയുടെ ഭാര്യയായിട്ട് വന്നിരിക്കുന്നത് അവൻ്റെ കുറേ സ്വത്ത് കൈയടക്കാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം കിട്ടിക്കഴിയുമ്പം നമുക്ക് അതുമായിട്ട് നാട് വിടണം, വിദേശത്ത് പോയി നമുക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് ജീവിക്കണം. അതുകൊണ്ട് നീ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിൽക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ ഈ സ്വത്തുക്കളൊക്കെ കയ്യിലേക്ക് വരുള്ളൂ. അതുകൊണ്ട് അതിനെല്ലാം നീ എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം എന്ന് പറയാണ്. അപ്പോൾ അയാളും പറയുന്നുണ്ട്, ശരി, നിനക്ക് എല്ലാ കാര്യത്തിലും ഞാൻ സപ്പോർട്ടായിട്ട് നിൽക്കാമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവർ തമ്മിലുള്ള റിലേഷൻ ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അനിയെ പാടെ ഉപേക്ഷിച്ച് മട്ടാണ് കേട്ടോ അനാമിക. നന്ദുവിനോട് അനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്, അതിൻ്റെ പേരിലുള്ള വഴക്ക് ഉണ്ടാക്കുക മാത്രമാണ് അനാമിക ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ദേവയാനി അതിലെ പാസ് ചെയ്ത് പോകുമ്പം അനാമിക റൂമിൽ നിന്ന് രാത്രിയിൽ ആരെയോ ഫോൺ ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ അനാമിക ആരെയായിരിക്കും വിളിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുകയാണ്. അപ്പം ഐ മിസ് യുടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഐ ലവ് യു, ഐ മിസ് യു എന്നൊക്കെ പറയുന്നത് കേൾക്കുകയാണ് കേട്ടോ ദേവയാനി. അപ്പോൾ അത് കേൾക്കുമ്പം ദേവയാനി അവിടെ ശ്രദ്ധിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇവളിത് ആരോടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുക എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനിക്ക് മനസ്സിലാവുകയാണ് ഇവക്ക് വേറെന്തോ റിലേഷൻ ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ പല പ്രാവശ്യം ദേവയാനി ശ്രദ്ധിക്കുമ്പം അനാമിക വേറെ ആരെയോ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ദേവയാനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവളത്ര ശരിയല്ല ആള്, എല്ലാവരും പറയുന്നത് ശരിയാണ്, ആദർശും നയനയൊക്കെ പറഞ്ഞതുപോലെ ശരിയാണ്, ഇവളുടെ വീട്ടുകാരും അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല, വേണുവും രേവതിയും എല്ലാം എന്തോ ഒരു ഫ്രോഡാണ് എന്നൊക്കെ മനസ്സിലാക്കുകയാണ് ദേവയാനി അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അന്വേഷിക്കുമ്പം അവരുടെ ചരിത്രം എല്ലാം അറിയാണ് കേട്ടോ. ഒരുപാട് പണമുള്ള വീട്ടിലെയാണ് എന്നൊക്കെ കള്ളത്തരം പറഞ്ഞാണ് അനാമിക അനന്തപുരിയിൽ എത്തിയതെന്നൊക്കെ ദേവയാനി അറിയാണ്. അങ്ങനെ അനാമികയെക്കുറിച്ചുള്ള സത്യങ്ങൾ മുഴുവൻ ദേവയാനിയുടെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ ദേവയാനിക്ക് തന്നെ പിടികിട്ടുകയാണ് കേട്ടോ, ഇവളായിരിക്കും അന്ന് ആ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയത്. ഞാനവൾക്ക് കുറേ സ്വർണം കൊടുത്തിരുന്നല്ലോ, അതൊന്നും പിന്നീട് കണ്ടുമില്ല കേട്ടുമില്ല, അതെല്ലാം മോഷ്ടിച്ചത് ഇവളാവാനാ വഴി. ഇവളും ഇവളുടെ വീട്ടുകാരും അതുപോലെ ഫ്രോഡുകളാണ്. അതുപോലെ തന്നെ ഇവളുടെ അച്ഛനൊരു കാറ് കൊണ്ട് കൊടുത്തിരുന്നു വിവാഹ സമ്മാനമായിട്ട്, അത് പിന്നീട് കണ്ടിട്ടില്ല. അപ്പം ഇതിലൊക്കെ എന്തോ കാര്യമുണ്ട്. പിന്നെ പാലിൽ വിഷം ചേർത്ത് വെച്ചതും ഇവളാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇത്രയൊക്കെ കള്ളത്തരങ്ങളുള്ള അനാമികയും കുടുംബവുമായിരിക്കും ചിലപ്പം അത് ചെയ്തതും. ഇതിൽ ഒക്കെ കാര്യമുണ്ട്. അനാമിക അനിക്ക് ചേർന്ന പെണ്ണല്ല എന്നും അവനുമായിട്ട് വഴക്ക് പിടിക്കുന്നതല്ലാതെ അവർ സ്നേഹത്തിൽ സംസാരിച്ച് കണ്ടിട്ടില്ല. ഞാൻ പലപ്പോഴും അനിയെ ഉപദേശിച്ചിട്ടും ഒക്കെയുണ്ട്. പക്ഷെ അനി അങ്ങനെ ഒരു പയ്യനല്ല, അനാമികയുടെ ഭാഗത്തും നന്നായിട്ട് തെറ്റുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുകയാണ് കേട്ടോ ദേവയാനി. പക്ഷേ ദേവയാനി ഇതൊന്നും പുറത്ത് പറയുന്നില്ല. അങ്ങനെ ദേവയാനി അനാമികയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ അനാമിക, നിനക്കന്ന് ഞാൻ കുറച്ച് സ്വർണം തന്നില്ലായിരുന്നോ, അതൊക്കെ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതമ്മേ, അത് ഞാൻ ലോക്കറി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ ലോക്കറിൽ നിന്ന് ആ സ്വർണ്ണം എടുക്കുക, അത് കുറച്ച് പഴയ മോഡലല്ലേ, ഇപ്പോൾ കുറേ പുതിയ ഡിസൈനുകളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് എടുക്കാം എന്ന് പറയുമ്പോൾ പറയാണ്, അയ്യോ അമ്മേ, അത് ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കൈ കൊടുത്തു വിട്ടു പോയല്ലോ എന്ന് പറയാണ്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അവരെ വിളിച്ച് ഇങ്ങോട്ട് അത് കൊണ്ട് തരാൻ പറ, നമുക്കത് മാറി പുതിയ കുറച്ച് ഡിസൈൻസൊക്കെ വാങ്ങാം, ഇവിടുത്തെ ലോക്കറി വെക്കുകയും ചെയ്യാം. ഈ വീട്ടിൽ
ഇഷ്ടം പോലെ സ്വർണ്ണമുള്ള വീടാണ്. ഇവിടെ വെക്കാനായിട്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അനന്തപുരി തറവാട്ടിൽ ഇരിക്കുമ്പം ഇവിടെ നിന്ന് ആരും സ്വർണ്ണമൊന്നും മോഷ്ടിച്ചുകൊണ്ട് പോവില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അമ്മേ, ആ നയനയും നവ്യയും ഒക്കെ ഉള്ള വീടല്ലേ ഇത്. അതുകൊണ്ട് വല്യമ്മ പറയുന്ന പോലല്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അവളുമാരാരെങ്കിലുമൊക്കെ ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയാലോ എന്ന് ഓർത്തിട്ടാ വല്യമ്മേ ഞാനത് വീട്ടിലേക്ക് കൊടുത്തു വിട്ടതെന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ദേവയാനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, അനാമിക ആ സ്വർണവും മുക്കിയിട്ടുണ്ട്, അവളുടെ കയ്യിൽ തന്നെ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്ദു അങ്ങോട്ട് വരുന്നത് കേട്ടോ. നന്ദു ആണെങ്കിൽ SI ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയത്ത്, ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് യാത്ര പറയാനായിട്ട് അനന്തപുരിയിലേക്ക് വരികയാണ്. അങ്ങനെ നവ്യ ഗർഭിണിയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ കുറേ പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് നന്ദു വരുന്നത്. നന്ദു പലഹാരമായിട്ട് വന്നു കഴിയുമ്പോഴേക്കും നവ്യയുമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അന്നേരം നവ്യ പറയുന്നുണ്ട്, ആ വാ നന്ദുമോളെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അകത്ത് കയറ്റി ചായയൊക്കെ കൊടുക്കുകയാണ്. അപ്പോഴേക്കും അനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അനി വന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, ആ നന്ദു എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന അനാമികയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ആ സമയം നയനയും ഓഫീസിൽ നിന്ന് തിരിച്ചെത്തുകയാണ്. നയന ഓഫീസിൽ നിന്ന് തിരിച്ചെത്തുമ്പം നന്ദുവിനെ സ്വീകരിക്കുന്നു, വർത്താനം പറയുന്നു ഒക്കെ ഉണ്ട്. ഇവരെല്ലാവരും കൂടി സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിലേക്ക് അനാമിക വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നീ കുറേ നേരമായല്ലോ നീ ഇവിടെ നിന്ന് ഇവളുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ട്, എന്താ നിനക്ക് ഇവളോട് ഇത്രയ്ക്ക് സംസാരിക്കാനുള്ളത്? അപ്പോൾ അനി പറയാണ്, എൻ്റെ നന്ദു ഇവളെ എനിക്ക് പരിചയമുള്ളതാണ്, അവൾ ട്രെയിനിങ്ങിന് പോവാണ്, അതിനു മുമ്പ് പറയാൻ വേണ്ടി വന്നതാണ്, അതുകൊണ്ട് ഞാൻ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയാണ്, എന്താ ഇത്ര വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ? ഏയ് ഒന്നുമില്ല, സുഖമാണോ എന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അവളെ കണ്ടിട്ട് എന്തെങ്കിലും സുഖക്കുറവ് നിനക്ക് തോന്നിയോ? പിന്നെ നീ എന്തിനാണ് അവളോട് സുഖമാണോ എന്ന് ചോദിക്കുന്നത്? ഞാനിവിടെ ഉണ്ടല്ലോ, എന്നോട് നീ ഒരു പ്രാവശ്യമെങ്കിലും എന്താ വിശേഷമെന്നോ സുഖമാണെന്നോ ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ അനി പറയാണ്, എൻ്റെ പൊന്നനാമിയെ ഇതിൻ്റെ ഇടയിൽ ഇനി ഈ പ്രശ്നവും പറഞ്ഞ് വഴക്കിന് വരാതെ എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇവളോട് ആര് പറഞ്ഞു ഇങ്ങോട്ട് വരാനായിട്ട്? പല പ്രാവശ്യം ഞാൻ താക്കീത് നൽകിയിട്ടുള്ളതാണ് ഈ വീട്ടിലേക്ക് വരരുതെന്നുള്ള കാര്യം, എന്നിട്ട് പിന്നെയും വലിഞ്ഞു കയറി വരാനായിട്ട് നിനക്ക് നാണമില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നവി പറയുന്നുണ്ട്, അനാമികയെ എൻ്റെ അനിയത്തിയാണ് അവൾ, നയനയുടെയും, അവൾ ഈ വീട്ടിൽ വരിക തന്നെ ചെയ്യും, അത് തടയാൻ നിന്നെ കൊണ്ടൊന്നും ആയിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ നവിയോട് പറയുന്നുണ്ട്, നിന്നെ ആരാ ഈ വീട്ടിലെ മരുമകളായിട്ട് അംഗീകരിച്ചത്? നിന്റെ ഭർത്താവോ അമ്മായിയമ്മയും അംഗീകരിച്ചിട്ടില്ലല്ലോ, പിന്നെ ഈ വീട്ടിലെ ആരാ അംഗീകരിച്ചിരിക്കുന്നത്? പിന്നെ നിനക്കെന്താ പറയാൻ അധികാരം എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് ദേവയാനി അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഒരു പ്രശ്നം എന്താ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും അനാമിക പറയാണ്, വല്യമ്മേ ദേ ഈ നന്ദു ഇവിടെ വലിഞ്ഞു കയറി വന്നിരിക്കുകയാണ്, ഓരോ കാരണം പറഞ്ഞുകൊണ്ട് അനിയെ കാണാനും അവനോട് സംസാരിക്കാനും വേണ്ടിയിട്ടാണ് ഇവൾ വന്നു കയറുന്നത്. ഇപ്പോൾ കുറച്ച് പലഹാരമായിട്ട് അവൾ ട്രെയിനിങ്ങിന് പോകുന്നതിൻ്റെ യാത്ര പറയാനാന്ന് പറഞ്ഞ് വന്നതാ, എന്നിട്ട് ഇവനുമായിട്ട് നിന്ന് ശൃംഗരിക്കുക. പിന്നെ ഞാനൊന്നും മിണ്ടരുതെന്ന് പറഞ്ഞാൽ അത് നടക്കുമോ? ഞാനത് ചോദ്യം ചെയ്തപ്പം ഇവളുമാരെന്നെ തല്ലാൻ വരിക ചെയ്യുന്നത് എന്ന് പറയാണ്. അപ്പോഴേക്കും ദേവയാനി പറയാണ്, അത് അനാമികയെ നന്ദുവിൻ്റെ ചേച്ചിമാരല്ലേ, അവൾ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് യാത്ര പറയാൻ വേണ്ടി വന്നതല്ലേ, അവളോട് നീ മോശമായിട്ട് പെരുമാറരുതായിരുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ആഹാ വല്യമ്മ ഇപ്പം ഇതിന് സപ്പോർട്ട് പറയാണോ? ഇവളെ കണ്ടു കഴിയുമ്പം എല്ലാം മറക്കും, ഇവളെ നോക്കി നിന്ന് ഇവളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കും, എനിക്കത് കണ്ട് സഹിക്കാനൊന്നും പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ അനാമിക അവർ തമ്മിൽ അങ്ങനെ മോശമായ ബന്ധമൊന്നുമില്ല, അങ്ങനെയുണ്ടെങ്കിൽ അവരിങ്ങനെ നേരിട്ട് കണ്ട് സംസാരിക്കില്ലല്ലോ, അവർക്ക് പല സ്ഥലത്തും രഹസ്യമായിട്ട് കാണുകയൊക്കെ ചെയ്യാമല്ലോ, അങ്ങനെയൊന്നും പോകുന്നില്ലല്ലോ, അനി അങ്ങനെ ഒരാളല്ലെന്ന് നിനക്കറിയില്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ പറയുകയാണ് അനാമിക, വല്യമ്മയും അപ്പോൾ ഇവക്ക് സപ്പോർട്ടാണ്, വല്യമ്മയ്ക്കിപ്പോൾ എന്താ, എൻ്റെയും അനിയുടെയും ജീവിതമല്ലേ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങളല്ലേ സന്തോഷത്തോടെ ജീവിക്കാതിരിക്കുന്നത്? വല്യമ്മയുടെ മകൻ ആദർശും നയനയും തമ്മിൽ സന്തോഷത്തോടെയല്ലേ ജീവിക്കുന്നത്, അതുകൊണ്ട് പിന്നെ വല്യമ്മയ്ക്ക് കുഴപ്പമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പം ദേവയാനിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ദേവയാനി പറയാണ്, അനാമികെ നീ ഇങ്ങനെ ഏത് സമയവും അനിയുമായിട്ട് വഴക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അനി നന്ദുവിനെ തന്നെ വിവാഹം കഴിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയാണ്. അപ്പോൾ അനാമിക ചോദിക്കുക, എന്താ പറഞ്ഞത്? അനി നന്ദുവിനെ വിവാഹം കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ നിങ്ങളുടെ എല്ലാം മനസ്സിലിരിപ്പ് ഇതാണ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ഇങ്ങനെ ഏത് സമയവും രണ്ടുപേരും തമ്മിൽ കീരിയും പാമ്പും പോലെ ഇരുന്നാൽ എന്തായാലും അനി നന്ദുവിനെ വിവാഹം കഴിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്, അനിക്ക് ചേർന്ന പെണ്ണ് നന്ദു തന്നെയായിരിക്കും എന്നും ദേവയാനി ഉറപ്പിച്ച് പറയാണ്.
പറയാണ്, അനിയോട് പറയുന്നുണ്ട്, അനി ഈ രീതിയിലാണ് അനാമികയുടെ പെരുമാറ്റമെങ്കിൽ നീ നന്ദുവിനെ തന്നെ വിവാഹം കഴിക്കാം എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കലിച്ചു തുള്ളി അങ്ങോട്ട് പോവാണ് കേട്ടോ നമ്മുടെ അനാമിക. എന്നിട്ട് ചെന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, അമ്മേ വല്യമ്മ പറഞ്ഞത് കേട്ടോ അനിയോട്, അനിക്ക് ചേർന്ന പെണ്ണ് നന്ദുവാണെന്ന്, ഞാനല്ലെന്ന്. അനി ഇങ്ങനെ വഴക്കാണെങ്കിൽ അനി നന്ദുവിനെ തന്നെ വിവാഹം കഴിക്കണമെന്ന്. ഇതൊക്കെയായിരുന്നു ഇവരുടെ എല്ലാം മനസ്സിലിരിപ്പ് അല്ലേന്ന് പറയുമ്പോൾ ജാനകി അങ്ങോട്ട് പറയുന്നുണ്ട്, മോൾ അതൊന്നും കാര്യമാക്കണ്ട മോളെ, അവരുടെ മകൻ്റെ ജീവിതം സുരക്ഷിതമായതുകൊണ്ട് അവർ പറയുന്നത്. ഒരിക്കലും ആ നന്ദുവിനെ അനിയുടെ ഭാര്യയായിട്ട് ഞാൻ ഈ വീട്ടിൽ കയറ്റുമെന്ന് നീ ഓർക്കണ്ട എന്ന് പറയാണ്. അപ്പോൾ അനാമികയും പറയുന്നുണ്ട്, അങ്ങനെ എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് അനിയും നന്ദുവും കൂടി സുഖമായിട്ട് ജീവിക്കാമെന്ന് ഓർക്കണ്ട, അങ്ങനെ അവരെ സുഖമായിട്ട് ജീവിക്കാൻ ഞാനും സമ്മതിക്കില്ല എന്ന് പറയാണ് കേട്ടോ. ഇതിനൊക്കെ ശേഷം നമ്മുടെ ജാനകി സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. നന്ദുവാണ് അനിക്ക് ചേർന്ന പെണ്ണെന്നും അതുപോലെ തന്നെ അനാമിക അനിയുടെ ജീവിതത്തിൽ നിന്ന് പോകണമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ജാനകി തന്നെ നന്ദുവിനെ സ്വീകരിക്കുന്നൊക്കെയുണ്ട്. അത് വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്